ഹായ് ഓൾ. ക്ലാസ് 11-12 പഠനത്തോടൊപ്പം എൻട്രൻസ് കൂടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ സൈലം സ്കൂളുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ക്ലാസ് 11-12 ബോർഡ് എക്സാമിനോടൊപ്പം തന്നെ എൻട്രൻസ് എക്സാമിനും മികച്ച മാർക്ക് നേടാൻ ആവശ്യമായതെല്ലാം സൈലം സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ സൈലം സ്കൂളിൽ തികച്ചും ഫ്രീ ആയി 100% സ്കോളർഷിപ്പോട് കൂടി പഠിച്ചാലോ? ഇതിനായി നിങ്ങൾ എഴുതേണ്ട എക്സാമാണ് സൈലത്തിൻ്റെ നെക്സ്റ്റ് എക്സാം, നാഷണൽ എൻട്രൻസ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ്. സൈലത്തിൻ്റെ ഈ വർഷത്തെ ആദ്യത്തെ നെക്സ്റ്റ് എക്സാം വരുന്നത് സെപ്റ്റംബർ 13-നാണ്. എന്തെല്ലാമാണ് നെക്സ്റ്റ് എക്സാമിന്റെ സിലബസ് എന്നും എങ്ങനെ മികച്ച രീതിയിൽ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യാന്നുള്ള കാര്യവും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സൈലം നെക്സ്റ്റ് എക്സാം 90 ക്വസ്റ്റ്യൻസ് ഉള്ള 1.5 ഹവേഴ്സിന്റെ ഒരു എക്സാമാണ്. നീറ്റ് JEE പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. നമുക്ക് എല്ലാം അറിയുന്ന പോലെ തന്നെ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റുകളുമാണ് എക്സാമിന് അപ്പിയർ ചെയ്യുന്നത്. നിങ്ങൾ JEE ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ് എക്സാം സബ്ജക്റ്റ്. നീറ്റിനും JEEക്കും ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് വീതവും, നീറ്റിന് ബയോളജിയിലെ 40 ക്വസ്റ്റ്യൻസും JEEക്ക് മാത്തമാറ്റിക്സിലെ 40 ക്വസ്റ്റ്യൻസുമാണ് നമ്മുടെ എക്സാമിന് ഉണ്ടായിരിക്കുക. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ മുൻവർഷങ്ങളിൽ ക്ലാസ് 8-ലും 9-ലും 10-ലും പഠിച്ച അതേ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉണ്ടാവുക. ഈ ക്വസ്റ്റ്യൻസിൻ്റെ കുറച്ച് എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് വളരെ ഈസിയായി ചെയ്യുന്ന എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ എക്സാം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും JEEക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ഫിസിക്സിലെ 25 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഏത് സിലബസിൽ നിന്നാണ്, ഏതെല്ലാം ടോപ്പിക്കിൽ നിന്നാണ് കാര്യം നമുക്ക് നോക്കാം. ആദ്യത്തെ ടോപ്പിക് വരുന്നത് നമ്മൾ ക്ലാസ് 8-ൽ പഠിച്ച ഫോഴ്സ് ആൻഡ് ഫ്രിക്ഷൻ ആ ചാപ്റ്ററിൽ നിന്നാണ്. അവിടെ നിങ്ങൾ വാട്ട് ഈസ് ഫോഴ്സ്, ടൈപ്സ് ഓഫ് ഫോഴ്സ്, സ്കേലാർ ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്, ഫ്രിക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. ദെൻ രണ്ടാമത്തെ ചാപ്റ്റർ വീണ്ടും നമ്മൾ ക്ലാസ് 8-ൽ പഠിച്ചതാണ് സൗണ്ട് ആണ് സെക്ഷൻ. അവിടെ നമുക്ക് പ്രോപ്പർട്ടീസ് പഠിക്കണം, സൗണ്ടിൻ്റെ സോഴ്സുകളെ കുറിച്ച് പഠിക്കണം, നാച്ചുറൽ ഫ്രീക്വൻസി, പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്, ഓഡിബിലിറ്റി, അൾട്രാസോണിക് ആൻഡ് ഇൻഫ്രാസോണിക് സൗണ്ട്, ഇത്രയും കാര്യങ്ങളാണ് സൗണ്ട് എന്ന ചാപ്റ്ററിന് നിങ്ങൾ പഠിക്കേണ്ടത്. അടുത്ത ടോപ്പിക് നമ്മൾ 10th പഠിക്കുന്നതാണ് ലൈറ്റിൻ്റെ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും. അവിടെ നമ്മൾ ബേസിക് പ്രോപ്പർട്ടീസ് പഠിക്കണം, റിഫ്ലക്ഷനെ കുറിച്ച് പഠിക്കണം, മിറേഴ്സിനെ കുറിച്ച് പഠിക്കണം, ദെൻ റിഫ്രാക്ഷൻ, ലോസ് ഓഫ് റിഫ്രാക്ഷൻ, ലെൻസുകൾ, ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ, സ്കാറ്ററിങ്, കളർ ഓഫ് സ്കൈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിക്കണം. സോ ദിസ് ബേസിക്കലി നമ്മുടെ 10th-ലെ 2 ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷനും ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ്, ഈ 2 ചാപ്റ്റേഴ്സുമാണ്. അടുത്തത് വരുന്നത് ക്ലാസ് 9-ലെ ടോപ്പിക്കാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അവിടെ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിക്കണം, ടൈപ്സ് ഓഫ് മോഷൻ പഠിക്കണം, ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. അടുത്ത ചാപ്റ്റർ നമ്മുടെ ഗ്രാവിറ്റേഷൻ ആണ്. അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് യൂണിവേഴ്സ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിക്കണം, മാസും വെയിറ്റും തമ്മിലെ ഡിഫറൻസ് പഠിക്കണം, ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, നമ്മുടെ സ്വന്തം Gയെ കുറിച്ച് പഠിക്കണം, ദെൻ ഫ്രീ ഫോളിനെ പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്റർ പഠിക്കാനുള്ളത്. ആൻഡ് ഫൈനൽ ചാപ്റ്റർ വർക്ക്, എനർജി ആൻഡ് പവർ. അവിടെ നിങ്ങൾ തീർച്ചയായും വർക്ക്, ടൈപ്പ് ഓഫ് വർക്ക്, കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, ഫൈനലി കൺസർവേഷൻ ഓഫ് എനർജി ആൻഡ് പവർ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫിസിക്സ് എക്സാം സിലബസിലുള്ളത്. എല്ലാ മക്കളും ഏറ്റവും അടിപൊളിയായി പ്രിപ്പയർ ചെയ്യുക, ഏറ്റവും മികച്ച മാർക്ക് നേടിയെടുക്കുക. നമ്മുടെ സൈലത്തിൻ്റെ സ്കൂളുകളിൽ മികച്ച സ്കോളർഷിപ്പോട് കൂടി നമുക്ക് എല്ലാവർക്കും പഠിക്കാം. ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്.